Boche Gold and Diamonds. Buy now, pay later. ഷണു നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ സി സന്ധ്യ രാജിവെച്ചത് കോൺഗ്രസിന്റെ എല്ലാ ഔദാര്യവും പറ്റിയതിനു ശേഷമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ പറഞ്ഞു. ഇവർ CPMന്റെ കപട രാഷ്ട്രീയത്തിന്റെ ഇരയാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ജോലി വാഗ്ദാനം ചെയ്താണ് കോൺഗ്രസ് കൗൺസിലർമാരെ ചാക്കിട്ട് പിടിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് കൗൺസിലർ സി സന്ധ്യയുടെ രാജി ഷൊർണൂരിലെ കോൺഗ്രസിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ രാജിവെച്ച കൗൺസിലർ 10 വർഷത്തോളം കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ നഗരസഭയിൽ കൗൺസിലർ പദവി അലങ്കരിക്കുകയും 10 വർഷത്തോളം തനിക്ക് ലഭിക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ആളുമാണ് ഇന്നലെ രാജിവെച്ച കൗൺസിലർ. ഇതിന്റെ പിന്നിൽ CPMന്റെ കപട രാഷ്ട്രീയത്തിന്റെ ഒരു ഇരയായി ഈ കൗൺസിലർ എന്നുള്ളതാണ് ആദ്യം ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അവർ ഒരു രാജ്യക്ക് ആധാരമായി ഉന്നയിച്ച വിഷയങ്ങൾ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും അതുപോലെ തന്നെ പാലക്കാടിന്റെ ബഹുമാനപ്പെട്ട MP VK ശ്രീകണ്ഠന്റെ നിലപാടുള്ള ഒരു വിരോധമൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാജി വാർത്ത അറിയിച്ചത്. എന്നാൽ പാലക്കാട് MP ഈ കാര്യത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ പ്രത്യേക രാഷ്ട്രീയ താൽപര്യങ്ങളോ മറ്റോ നോക്കിയല്ല പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ വികസനം നടത്തുന്നത്. പെട്ടെന്നുള്ള കൗൺസിലറുടെ നിലപാട് മാറ്റം നേതൃത്വത്തെ ആശങ്കയിലാക്കുകയും ചെയ്തു. CPM വിരിച്ച വലയിൽ വീഴുകയായിരുന്നു ഇവരെന്ന് DCC സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, TY ഷിഹാബുദ്ദീൻ, VK ശ്രീകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. കാര്യം CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വീട്ടിൽ വന്ന് ജോലി വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPMൽ ചേരാൻ വേണ്ടി ഈ ഒരു അവകാശവാദം CPMന്റെ നേതൃത്വം തള്ളുന്നുണ്ടോ? അതല്ലെങ്കിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി അതിന് മറുപടി പറയണം. കാരണം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഒരു കോൺഗ്രസ് കൗൺസിലറുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് ജോലി നൽകാം, നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPMൽ ചേരണം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതിൽ, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിൽ എന്ത് നിലപാടാണ്, എന്ത് അഭിപ്രായമാണ് CPMന്റെ ജില്ലാ സെക്രട്ടറിക്ക് പറയാനുള്ളത് എന്ന് നാട്ടുകാർക്കറിയാൻ ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൗൺസിലർ പറഞ്ഞൊരു പരിഗണന കിട്ടിയിട്ടില്ല. കഴിഞ്ഞ അവിടെ ജനറൽ വാർഡിലാണ് ഈ കൗൺസിലർ മത്സരിച്ച് വിജയിക്കുന്നത്. അത് അവർക്ക് നൽകിയ ഏറ്റവും വലിയ പരിഗണനയാണ്. ജനറൽ വാർഡായിട്ട് പോലും, കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള വാർഡായിട്ട് പോലും ഒരു തവണയും കൂടി അവിടെ ആ ജനറൽ സീറ്റിൽ അവരെ പരിഗണിച്ചു എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള പരിഗണനയാണ്. കഴിഞ്ഞ തവണ ഈ CPM നേതൃത്വം ജില്ലാ സെക്രട്ടറി മെമ്പർ ഇവരുടെ വീട്ടിൽ ജോലി വാഗ്ദാനവുമായി ചെന്നു എന്ന് പറയുന്ന അന്ന് മുതൽ ബോധപൂർവം ആ വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും വലിയ അകലം പാലിക്കാൻ ഈ കൗൺസിലർ ശ്രമിച്ചിരുന്നു. ബാങ്ക് ജീവനക്കാരി, ആശാപ്രവർത്തക എന്നീ ജോലികൾ വാഗ്ദാനം ചെയ്താണ് കോൺഗ്രസ് കൗൺസിലർമാരെ CPM സമീപിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുണ്ടാകുന്ന CPMന്റെ അവസ്ഥ ഇതാണെന്നും നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ അവർ ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ജോലി വാഗ്ദാനം. നമുക്കറിയാം, നഗരസഭയിലെ തന്നെ ഒട്ടനവധി പിൻവാതിൽ നിയമനങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയ ഒരു നഗരസഭ ഷൊർണൂർ നഗരസഭ. എത്ര ആണെന്ന് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ 28 ആളുകളെയാണ് ടെമ്പററി ആയിട്ടും കോൺട്രാക്ട് വ്യവസ്ഥയിലും ഇവിടെ നിയമിച്ചിരിക്കുന്നത്. അർഹതപ്പെടാത്തവരെയും അനർഹരായ ആളുകളെയും കുത്തിത്തിരികെ കയറ്റിക്കൊണ്ട് പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു നഗരസഭ. ഇപ്പോൾ ആ പേരും പറഞ്ഞാണ് മറ്റ് പാർട്ടിയിലെ കൗൺസിലർമാരെയും മറ്റ് അംഗങ്ങളെയും ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി അവർ ഇറങ്ങിയിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ രാജി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പാർട്ടിയിൽ നിന്ന് പോയവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നൊക്കെ നമുക്കറിയാം. ആകാശത്തുമല്ല, ഭൂമിയിലുമല്ല, ലോക്കലിലില്ല, ഏരിയയിലില്ലാതെ ആകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ സ്ഥിതി. പിന്നെ MP ഫണ്ട് അനുവദിച്ചില്ല എന്നുള്ള പ്രധാന ആരോപണം അടിസ്ഥാനരഹിതമാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.